ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് +1 മാത്സിലെ 9th ചാപ്റ്ററായ സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ നമ്മുടെ ലാസ്റ്റ് മിസലേനിയസ് എക്സസൈസ് ആണ്. ഇതിൽ 32 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഓരോ വീഡിയോയിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഷോ ദാറ്റ് ദ സം ഓഫ് m+n and m-nth terms of an AP is equal to twice the mth term. എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? m+nth ടേമിൻ്റെയും m-nth ടേമിൻ്റെയും സം എന്ന് പറയുന്നത് mth ടേമിൻ്റെ സമ്മിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ m+nth ടേം നമുക്ക് tm+n എടുക്കാം, അല്ലെങ്കിൽ am+n എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അതും അതേപോലെ തന്നെ tm-n, അതായത് m-nth ടേം, നമ്മളിപ്പോൾ 10th ടേം 20th ടേം എന്നൊക്കെ പറയുന്ന പോലത്തെ രണ്ട് ടേമുകൾ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം അത് mth ടേമിന്, അതായത് നമ്മുടെ tm, അല്ലെങ്കിൽ നമുക്ക് am അങ്ങനെ വെച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ ഇവിടെ t എന്ന് പറഞ്ഞെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഇപ്പോൾ a ആണെങ്കിൽ a പോലെ എടുക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ളത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം tm, അതായത് mth ടേമിൻ്റെ സമ്മിന് ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ LHS എടുക്കാം. tm+n പ്ലസ് tm-n. m+n എന്താണ്? m+n എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ m+nth ടേം. എങ്ങനെ നമ്മുടെ nth ടേം കാണുക? നമ്മുടെ nth ടേം എന്ന് പറയുന്നത് a+n-1 ഇൻറ്റു d അല്ലേ? a എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ടേം, d എന്ന് പറയുന്നത് നമ്മുടെ കോമൺ ഡിഫറൻസ് ആണ് ഒരു AP-യിൽ, അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ. അപ്പോൾ നമുക്കിത് എന്ത് പറയാം? a പ്ലസ്, ഇവിടെ nth ടേം ആണെങ്കിൽ അതിനേക്കാൾ ഒന്ന് കുറവ്, ഇവിടെ m+nth ടേമാണ്. അപ്പോൾ m+n അതിനേക്കാൾ ഒന്ന് പറയുമ്പോൾ -1 ഇൻറ്റു d പ്ലസ്, ഇനി m-nth ടേം എന്താ വരിക? a പ്ലസ് m-n-1 ഇൻറ്റു d അല്ല, അതിനേക്കാൾ ഒന്ന് കുറവ് ഇൻറ്റു d വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൽ ഈ രണ്ട് എയുടെ ടേം നമുക്ക് ഒരുമിച്ച് എഴുതാം. a പ്ലസ് a ഒരുമിച്ച് എഴുതി, പ്ലസ് d ഇൻറ്റു d രണ്ടിലും ഉണ്ടല്ലോ, അത് കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ എന്ത് വരും? m+n-1 ആദ്യത്തെ ബ്രാക്കറ്റിലുണ്ട്, മറ്റേതിൽ എന്തുണ്ട്? പ്ലസ് m-n-1 അടുത്ത ബ്രാക്കറ്റിലുണ്ട്, അത് നമ്മൾ ഒരുമിച്ച് എഴുതി. a പ്ലസ് a എന്ന് പറയുന്നത് എന്താണ്? 2a ആണ് അല്ലേ? ഈസ് ട്വൈസ് ദ mth ടേം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു tm വേണം കേട്ടോ. 2 ടൈംസ് tm ആണ്, അല്ലാതെ വെറും mth ടേം അല്ല, ട്വൈസ് ദ mth ടേം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ a പ്ലസ് എ നമ്മൾ 2a എന്ന് എഴുതി, പ്ലസ് d ഇൻറ്റു ഇവിടെ എന്ത് വരും? m ഇവിടെ 2 ടൈംസ് ഉണ്ട് അല്ലേ? അപ്പം 2m വരും. n അവിടെ പക്ഷെ നമുക്കത് ക്യാൻസലായി പോവും, n-ഉം -n-ഉം ക്യാൻസലായി പോവും. -1-ഉം -1-ഉം കൂടിയിട്ട് നമുക്ക് -2 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 2a പ്ലസ്, ഇതിൽ നമുക്കൊരു 2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തുകൂടെ? ഇത് m ആണ്. 2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പം 2d ഇൻറ്റു m-1 എന്ന് വരും. ഈ രണ്ടെണ്ണത്തിലും ഇനി 2 കോമൺ ആയിട്ടുണ്ടല്ലോ, അപ്പോൾ ഞാൻ ആ 2 അങ്ങനെ തന്നെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ a പ്ലസ് d ഇൻറ്റു m-1. ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ mth ടേം അല്ലേ? നോക്കി, mth ടേമിൽ നമ്മൾ എങ്ങനെ എഴുതുക? a പ്ലസ് m-1 ഇൻറ്റു d അല്ലേ? അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ mth ടേമാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തെന്ന് കിട്ടി നമുക്ക്? tm+n-ഉം, അതായത് m+nth ടേമും m-nth ടേമും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ട്വൈസ് ദ mth ടേം നമുക്ക് കിട്ടും. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സം ഓഫ് 3 നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത്, ഏതോ ഒരു 3 നമ്പേഴ്സ്, ഒരു AP-യിലെ 3 നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 24-ഉം അതിൻ്റെ പ്രോഡക്റ്റ്, ആ രണ്ട് നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് കിട്ടിയത് 440-യുമാണ്. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ നമ്പേഴ്സ് ഏതാണെന്ന് കണ്ടുപിടിച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആ നമ്പേഴ്സ് എന്താ എടുക്കേണ്ടത്? ലെറ്റ് ദ നമ്പേഴ്സ് ബി എന്താ നമ്മൾ എടുക്കുക? a പ്ലസ് d, a പ്ലസ് 2d എന്നല്ല, a-d, a പ്ലസ് d, ഇങ്ങനെ വേണം നമ്മൾ ആ നമ്പേഴ്സ് എടുക്കാനായിട്ട്. ലെറ്റ് ദ നമ്പേഴ്സ് ആർ a-d, a പ്ലസ് d. ഇനി ഇവിടെ നമുക്ക് സം 24 തന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ അടുത്ത് എന്താണ്? ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുക, അതായത് a-d പ്ലസ് a പ്ലസ് d, മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 24 കിട്ടണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നോക്കിയാൽ -d-യും +d-യും ക്യാൻസലായി, ബാക്കി എത്രയുണ്ട്? 3a = 24. അപ്പോൾ a =
24 ഡിവൈഡഡ് ബൈ 3, അതായത് 8 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ നമുക്കിവിടെ 8 എന്ന് കിട്ടി. ഇനി നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? ഇതിൻ്റെ പ്രോഡക്റ്റ് അല്ലേ, അതായത് എ മൈനസ് ഡി ഇൻറ്റു എ പ്ലസ് ഡി വിച്ച് ഈസ് ഈക്വൽ ടു 440 എന്ന്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? എ മൈനസ് ഡി ഇൻറ്റു എ പ്ലസ് ഡി എന്താണ്? എ ഇൻറ്റു എ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ അല്ലേ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആ ഫോമില അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 440. അതിൽ എയുടെ വാല്യൂ 8 ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 8 ഇൻറ്റു 8 സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു 440. അപ്പം 8 സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു 440. ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 8 എന്നാവും അല്ലേ? അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 55 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 8 സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ആണ് 55. അപ്പോൾ 8 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 64. നമുക്ക് 64 എന്ന് എഴുതാം. 64 ഈ 55 ഇങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കിയേ, അപ്പോൾ മൈനസ് 55 ആവും. ഈ മൈനസ് ഡി സ്ക്വയർ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡി സ്ക്വയർ ആവും. 64 മൈനസ് 55 എന്ന് പറയുന്നത് എന്താണ്? 9 ആണ് അല്ലേ? 9 ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ, അതായത് ഡി ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3 അല്ലേ? ഡി ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3 എന്ന് കിട്ടി. ഇനി നമുക്ക് എയും ഡിയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിച്ചു അല്ല, നമ്മുടെ ടേംസ് ഏതാണ് നമുക്ക് കണ്ടുപിടിച്ചു കൊടുത്തുകൂടെ? അപ്പോൾ നമ്മുടെ ടേംസ്, അതായത് എ നമുക്ക് 8 എന്ന് കിട്ടിയിട്ടുണ്ട്. ഡി ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3 ആണ്. അപ്പോൾ ആദ്യം ഞാൻ അതിൽ പ്ലസ് 3 ആണ് എടുത്തത്. നമ്മുടെ ടേംസ് എങ്ങനെ നമ്മൾ എടുത്തത്? എ മൈനസ് ഡി എ പ്ലസ് ഡി. അപ്പോൾ നമുക്ക് എന്താ വരിക? എ മൈനസ് ഡി, അതായത് 8 മൈനസ് 3 5 വരും. സെക്കൻഡ് ടേം എ തന്നെയാണ്, അതായത് 8. അടുത്ത ടേം എ പ്ലസ് ഡി, അതായത് 8 പ്ലസ് 3 11. ഇനി നമ്മൾ 8 ആയിട്ട് എടുത്തു. ഡി എന്ന് പറയുന്നത് മൈനസ് 3 ആയിട്ട് എടുക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ ടേമുകൾ എന്ത് വരും? എ മൈനസ് ഡി, അതായത് 8 മൈനസ് മൈനസ് 3, അപ്പോൾ 8 പ്ലസ് 3 11. പിന്നെ സെക്കൻഡ് ടേം എ തന്നെ, അത് 8. തേർഡ് ടേം എന്താ? എ പ്ലസ് ഡി, അതായത് 8 മൈനസ് 3 5. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ടേംസുകൾ വരിക. എങ്ങനെ വന്നാലും 5 8 11 തന്നെയാണ് നമ്മുടെ ടേംസുകൾ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. വേഗം തന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ, ലെറ്റ് ദ സം ഓഫ് n 2n 3n terms of an AP. Terms of an AP എന്താണത്? അതെന്ന് പറയുന്നത് S1 S2 S3 റെസ്പെക്റ്റീവ്ലി. ഇപ്പോൾ എന്നിൻ്റെ സമ്മാണെങ്കിൽ S1, 2n ടേംസിൻ്റെ സമ്മാണെങ്കിൽ S2, 3n ടേംസിൻ്റെ ആണെങ്കിൽ S3, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഷോ ദാറ്റ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? S3 is equal to 3 into S2 മൈനസ് S1. S1 എന്ന് പറയുന്നത് n ടേംസിൻ്റെ സമ്മാണ് കേട്ടോ. S2 എന്ന് പറയുമ്പം 2n ടേംസിൻ്റെ, S3 എന്ന് പറയുന്നത് 3n ടേംസിൻ്റെ. അപ്പോൾ ഈ ഒരു സംഭവമാണ് നമുക്ക് അവിടെ പ്രൂവ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് S1 എന്ന് പറയുന്നത് സം ഓഫ് n ടേംസ് അല്ലേ? സം ഓഫ് n ടേംസ് ആണ്. സം ഓഫ് n ടേംസ് നമ്മൾ പഠിച്ചിട്ടില്ലേ? S എന്ന് പറഞ്ഞിട്ട് എന്താണ്? n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി അല്ലേ? ഇനി S2 എന്ന് പറയുന്നത് എന്തായിരുന്നു? സം ഓഫ് 2n ടേംസ് ഉണ്ട്, അത്രയും ടേംസുകളുടെ സമ്മാണ്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്തൊക്കെ നമ്മൾ 2n കൊടുക്കുക. അപ്പം 2n/2 ഇൻറ്റു 2n-ൻ്റെ സ്ഥാനത്ത് കൊടുക്കണ്ട കേട്ടോ, 2a പ്ലസ് 2n മൈനസ് 1 ഇൻറ്റു ഡി. കണ്ടോ, എന്നിൻ്റെ സ്ഥാനത്ത് 2n കൊടുക്കുക. ഇനി അടുത്തത് S3 എന്ന് പറയുന്നത് എന്തായിരുന്നു? S3 എന്ന് പറയുന്നത് സം ഓഫ് 3n ടേംസിൻ്റെ സമ്മ് അല്ലേ? അപ്പം എന്നിൻ്റെ സ്ഥാനത്ത് 3n കൊടുക്കുക. 3n/2 ഇൻറ്റു 2a പ്ലസ് 3n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ ഇതാണ് നമുക്ക് തന്ന S1 S2 S3. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? S3 is equal to 3 ഇൻറ്റു S2 മൈനസ് S1. അപ്പോൾ നമ്മൾ RHS നിന്ന് തുടങ്ങാം. അതായത് 3 ഇൻറ്റു S2 മൈനസ് S1 എടുത്തിട്ട് നമ്മളത് S3 ആണെന്ന് പ്രൂവ് ചെയ്യാം. അതല്ല കുറച്ചുകൂടി നല്ലത്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു S2 S1 ഒക്കെ എന്താണെന്ന് നമ്മളോട് എഴുതി വെച്ചിട്ടില്ലേ? നമുക്കത് കൊടുക്കാം. S2 എന്ന് പറയുന്നത് എന്തായിരുന്നു? 2n/2. 2n/2 എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അത് 2 ആണ് അല്ലേ? വേണമെങ്കിൽ നമുക്ക് 2n/2 എന്ന് തന്നെ എഴുതാം. 2 ക്യാൻസലായി പോവും. ഇൻറ്റു 2a പ്ലസ് 2n മൈനസ് 1 ഇൻറ്റു ഡി മൈനസ് S1 എന്ന് പറയുന്നത് എന്താണ്? 2a അല്ല n/2, അതല്ല ആദ്യത്തെ ടേം. n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇതിലൊക്കെ മാത്രം നമ്മുടെ സിംപ്ലിഫിക്കേഷൻ ആണ് വരുന്നത് കേട്ടോ.
അപ്പോൾ ഇവിടുത്തെ നമ്മൾ 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളത് എന്ത് ചെയ്യണം? ഇനി നമുക്ക് n/2 മൈനസ് n/2 നമുക്കിവിടെ നോക്കിയേ, നമുക്ക് കുറച്ച് സിംപ്ലിഫിക്കേഷനൊക്കെ ചെയ്യാം. n/2 നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. 3 ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ n/2 കൂടി നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ബാക്കി ഇവിടെ എന്തുണ്ട്? അപ്പോൾ നമുക്ക് ഈ 2 ഇവിടെ ക്യാൻസൽ ചെയ്ത് കളയണ്ട കേട്ടോ. 2n/2 അങ്ങനെ തന്നെ എഴുതാം. കാരണം n/2 പുറത്തേക്ക് എടുക്കുമ്പോൾ ബാക്കി അവിടെ 2 ഉണ്ട്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ പിന്നെ നമുക്കത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ബാക്കി ഇവിടെ എന്തുണ്ട്? ഒരു 2 ആണ് ഇവിടെ ഉള്ളത്. 10/2 കഴിഞ്ഞാൽ ബാക്കി 2. 2 ഇൻറ്റു 2a പ്ലസ് 2n മൈനസ് 1 ഇൻറ്റു d, പിന്നെ മൈനസ് 2a മൈനസ് n മൈനസ് 1 ഇൻറ്റു d. അതായത് ഈ മൈനസ് രണ്ടിനും സെപ്പറേറ്റ് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ ആ 2 കൊണ്ട് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. 2 ഇൻറ്റു 2 4a പ്ലസ് ഇവിടെ എന്ത് വരും? 2 ഇൻറ്റു 2n മൈനസ് 1 ഇൻറ്റു d മൈനസ് 2a മൈനസ് n മൈനസ് 1 ഇൻറ്റു d which is equal to 3n/2 ഇൻറ്റു 4a മൈനസ് 2a നമ്മൾ ഒരുമിച്ച് എഴുതി, പ്ലസ് ഡി നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? ഇവിടെ ഇപ്പോൾ ഇത് 4n മൈനസ് 2 ഉണ്ട് കേട്ടോ. ഇവിടെ 4n മൈനസ് 2, ഇവിടെ എന്തുണ്ട്? മൈനസ് n പ്ലസ് ഡി ആണ് നമ്മളിവിടെ പുറത്തേക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മൈനസ് അവിടെ ഉണ്ട്, മൈനസ് n പ്ലസ് 1, ഈ മൈനസും മൈനസും കൂടി ആകുമ്പോൾ അത് പ്ലസ് ഡി നമ്മളിവിടെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു, വിച്ച് ഈസ് ഈക്വൽ ടു 3n/2 ഇൻറ്റു 4a മൈനസ് 2 എന്താണ്? 2a പ്ലസ് ഡി ഇൻറ്റു 4n മൈനസ് n 3n മൈനസ് 2 പ്ലസ് 1 എന്ത് വരും? മൈനസ് 1. നോക്കിയേ, ഇതല്ലേ നമ്മുടെ S3 എന്ന് പറയുന്നത്. നോക്ക്, S3 ഇവിടെ കാണാനില്ലേ? 3n/2 ഇൻറ്റു 2a പ്ലസ് ഡി ഇൻറ്റു അല്ലെങ്കിൽ 3n മൈനസ് 1 ഇൻറ്റു ഡി അല്ലെങ്കിൽ d ഇൻറ്റു 3n മൈനസ് 1 അതെന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? S3 ആണ്. അപ്പോൾ നമ്മുടെ LHSലേക്ക് നമ്മൾ എത്തി. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. വേഗം നമുക്ക് 4th ക്വസ്റ്റ്യനിലേക്ക് പോകാം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല ഇതൊക്കെ, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് കുറച്ച് സിംപ്ലിഫിക്കേഷൻ ആണ് അവിടെ വരുന്നത്. 4th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ഓൾ നമ്പേഴ്സ്. എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? സം ഓഫ് ഓൾ നമ്പേഴ്സ് ബിറ്റ്വീൻ 200 ആൻഡ് 400. അതിനൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, വിച്ച് ആർ ഡിവിസിബിൾ ബൈ 7. അതായത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതിൻ്റെ ഇടയിൽ? 200ൻ്റെയും 400ൻ്റെയും ഇടയിലുള്ള അങ്ങനെയുള്ള നമ്പറുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമുക്കൊരു AP ഉണ്ടാക്കാം. അത്ര നമ്പറുകളുണ്ടോ അതിൻ്റെയൊക്കെ സമ്മ് നമുക്ക് കാണണം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ആ നമ്പറുകൾ ഏതാണെന്ന് നമുക്ക് ആ ഒരു AP നമുക്ക് അവിടെ ഫോം ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം 200 എന്തായാലും നമ്മൾ എടുക്കാൻ പാടില്ല കേട്ടോ. ഇതുപോലെ ബിറ്റ്വീൻ എന്നൊക്കെ പറയുമ്പോൾ 200 400 നമ്മൾ ഒഴിവാക്കണം. എന്നാൽ നമ്മൾ 200 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കുക. നമ്മുടെ ഫസ്റ്റ് ടേം ഏതാണ് വരണേന്ന് നോക്കാം. 200 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? 2 7s are 14, ഇവിടെ 6 വന്നു, 8 7s are 56. അതായത് ഇവിടെ 4 ആണ് നമുക്കിവിടെ റിമൈൻഡർ വന്നത്. അപ്പോൾ എത്രയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി, ഇവിടെ ഒരു 3 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതവിടെ 7 ആയില്ലേ. അപ്പോൾ കറക്റ്റ് അതവിടെ എന്തായിട്ട് പോവും? 7 കൊണ്ട് ഡിവൈഡ് ആയിട്ട് പോവും. അപ്പോൾ ഇവിടെ ഒരു 3 നമ്മൾ ആഡ് ചെയ്യുക, അതായത് 203. അപ്പോൾ റിമൈൻഡർ കഴിച്ച് ബാക്കി ഒരു 3 കൂടി ഉണ്ടായിരുന്നെങ്കിൽ, ഓൾറെഡി നമുക്ക് 4 ആണ് റിമൈൻഡർ, അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 3 കൂടി ഉണ്ടായിരുന്നെങ്കിൽ 7 വരും അല്ലേ. അപ്പോൾ അതായത് 200 + 3 203 കറക്റ്റ് നമുക്ക് 7 ആയിട്ട് എന്ത് പോവും? ഡിവിസിബിൾ ചെയ്ത് പോവും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം നമുക്ക് 203 എന്ന് കിട്ടി. അപ്പോൾ അടുത്തത് +7, ഇനി ഡിവിസിബിൾ, ഇനി 7 ആഡ് ചെയ്ത് പോയാൽ മതിയല്ലേ. അപ്പോൾ 210 പിന്നെ 217 അങ്ങനെ പോയി. ഇനി 400ൻ്റെ അടുത്ത് കിടക്കുന്നത് ഏതാ നമ്മുടെ ലാസ്റ്റ് ടേം നോക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ 400 കൊണ്ടൊന്ന് 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 5 7s are 35, 5 റിമൈൻഡർ വന്നു. 50 7 7s are 49, റിമൈൻഡർ 1 വന്നു. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ 1 ഇതിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്ത് കളയാം. അപ്പോൾ അതായത് 1 അവിടെ വേണ്ടിയിരുന്നില്ല, നമുക്ക് ആ 1 അവിടെ എക്സ്ട്രാ ആണ് അല്ലേ. രണ്ട് സംഭവത്തും രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ 1 നമുക്ക് വേണ്ട. ഇതിപ്പോൾ കറക്റ്റ് 400 - 1, അതായത് ഒരു 399 ആയിരുന്നെങ്കിൽ നമുക്കിവിടെ റിമൈൻഡർ 0 കിട്ടുമായിരുന്നു. അപ്പോൾ ആ 1 നമ്മളവിടെ സബ്ട്രാക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടേം എന്ത് കിട്ടി? 399. ഇപ്പോൾ നമുക്കൊരു AP കിട്ടിയില്ലേ. ഇപ്പോൾ നമ്മുടെ AP ഇവിടെ റെഡി ആയില്ലേ അവർ പറഞ്ഞ കണ്ടീഷൻ വെച്ചിട്ട്.
ഇതിൻ്റെ ഫസ്റ്റ് ടേം എ എന്ന് പറയുന്നത് എന്താണ് 203. നമ്മുടെ കോമൺ ഡിഫറൻസ് എന്താ വരിക 7 ആയിരിക്കും. ഈ ഡിവിസിബിൾ ബൈ 7 എന്നൊക്കെ പറയുമ്പോൾ 7 ആണ് വരിക. നമ്മുടെ ലാസ്റ്റ് ടേം എ എന്ന് കൊടുക്കാം, ടി എന്ന് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. അത് 399 ആണ്. ഇനി ഇതിൽ നമുക്ക് സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ n വേണം അല്ലേ. n എത്രയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ ആദ്യം നമ്മൾ n കണ്ടുപിടിക്കണം, അതിനുശേഷം നമുക്ക് സമ്മ് കണ്ടുപിടിക്കാം. അതിന് വേണ്ടി നമുക്ക് ലാസ്റ്റ് ടേം എന്താണെന്ന് അറിയാലോ, നമുക്ക് ആ ഫോർമുല ഉപയോഗിക്കാം. a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അത് എത്രയാണെന്ന് തന്നിരിക്കണം നമ്മുടെ ലാസ്റ്റ് nth ടേം 399. അതിൽ എയും ഡിയും നമുക്കറിയാലോ, അതിന് നമുക്ക് വാല്യൂ കൊടുക്കാം. എ എന്ന് പറയുന്നത് 203 പ്ലസ് n നമുക്കറിയില്ല, n മൈനസ് 1 ഇൻറ്റു 7 വിച്ച് ഈസ് ഈക്വൽ ടു 399. അപ്പോൾ n മൈനസ് 1 ഇൻറ്റു 7 ഇസ് ഈക്വൽ ടു 399 മൈനസ് 203. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 196 എന്ന് കിട്ടും. അപ്പം n മൈനസ് 1 ഇസ് ഈക്വൽ ടു 196 ഡിവൈഡഡ് ബൈ 7 അല്ലേ. ഈ 7 ഇങ്ങോട്ട് വരുമ്പം ഡിവൈഡഡ് ബൈ 7, അതായത് 28 എന്ന് കിട്ടും. അപ്പോൾ n ഇസ് ഈക്വൽ ടു 28. ഈ മൈനസ് 1 അപ്പുറത്തേക്ക് പോകുമ്പം +1, അതായത് നമുക്ക് 29 എന്ന് കിട്ടും. അതായത് ഈ ഒരു എ പിയിൽ 29 ടേംസ് ഉണ്ട് എന്ന് കിട്ടി. ഇനി നമുക്ക് സമ്മ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. സമ്മിൻ്റെ ഫോർമുല എന്താണ് n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. എ അറിയാം, ഡി അറിയാം, n നമ്മൾ കണ്ടുപിടിച്ച് കൊടുത്തു. n എന്ന് പറയുന്നത് 29/2 ഇൻറ്റു 2 ഇൻറ്റു 203 പ്ലസ് 29 മൈനസ് 1. അപ്പോൾ നമുക്ക് 28 എന്ന് കൊടുക്കാം. 28 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 7 വിച്ച് ഈസ് ഈക്വൽ ടു 29/2 ഇൻറ്റു 203 എന്ന് പറയുമ്പം 406 പ്ലസ് 28 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ എത്ര വരിക 196 വിച്ച് ഈസ് ഈക്വൽ ടു 29/2 ഇൻറ്റു ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 602 എന്ന് കിട്ടും. അവിടെ പിന്നെ നമ്മൾ ക്യാൻസൽ ചെയ്യുക. അവിടെ 2 എത്ര പ്രാവശ്യം പോവും 301 ടൈംസ് പോവും അല്ലേ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും 8729 ആണ് നമ്മുടെ ഈ ഒരു എ പി. അവർ പറഞ്ഞ കണ്ടീഷൻ വെച്ച് നമ്മൾ ഉണ്ടാക്കിയ എ പിയിലെ എല്ലാ ടേംസിനെയും സം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആ എ പി ഫോം ചെയ്യുക എന്നുള്ളതാണ് കാര്യം. ആ പറഞ്ഞ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് വേഗം 5th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ഫൈൻഡ് ദ സം ഓഫ് ഇൻറ്റിജേഴ്സ് ഫ്രം 1 to 100. ഇതേപോലെ തന്നെ സമ്മ് കണ്ടുപിടിക്കണം. ഏതാണ് 1 to 100 ആണ്. അവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ ഡിവിസിബിൾ ബൈ, ഇതിൽ പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഡിവിസിബിൾ ബൈ 2 or 5 എന്ന് തന്നിട്ടുണ്ട്. ഡിവിസിബിൾ ബൈ 2 അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 5 തരികയാണെങ്കിൽ എളുപ്പമായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് ലെങ്തിയാണിത്. ആദ്യം നമ്മളിത് ഡിവിസിബിൾ ബൈ 2 വെച്ചിട്ട് ഒരു എ പി ഫോം ചെയ്യണം. പിന്നെ ഡിവിസിബിൾ ബൈ 5 വെച്ചിട്ട് ഒരു എ പി ഫോം ചെയ്യണം. നമ്മളിപ്പോൾ ചെയ്ത ആ സ്റ്റെപ്പ് പോലെ അതിൻ്റെ എന്നും സമ്മും കണ്ടുപിടിക്കണം. ഡിവിസിബിൾ ബൈ 2 വെച്ച് കിട്ടുന്ന എ പിയുടെ സമ്മും ഡിവിസിബിൾ ബൈ 5 വെച്ചിട്ട് കിട്ടുന്ന എ പിയുടെ സമ്മും. പിന്നെ നമുക്കിത് ഡിവിസിബിൾ ബൈ 2 or 5 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ് ഈ രണ്ടിൻ്റെയും കൂടിയിട്ട് നമ്മൾ LCM എടുക്കുക. അപ്പോൾ 2 × 5 = 10. അപ്പോൾ ഡിവിസിബിൾ ബൈ 10 വെച്ചിട്ടുള്ളത് അതിൻ്റെയും നമ്മൾ എ പി കണ്ടുപിടിച്ച് അതിൻ്റെ സമ്മും കാണണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ 2-ൻ്റെയും 5-ൻ്റെയും സം ഉണ്ടല്ലോ അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 10-ൻ്റെ സമ്മിൽ നിന്ന് നമ്മളത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോഴാണ് ഡിവിസിബിൾ ബൈ 2 ആണോ 5 ആണോ നമ്മൾ ചോദിക്കുന്നതിൻ്റെ ആൻസർ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഈ 3 സ്റ്റെപ്പ് അവിടെ ചെയ്ത് ലാസ്റ്റ് നമ്മൾ ആ ഫൈനൽ സ്റ്റെപ്പും കൂടി ചെയ്താലാണ് ഇവിടെ എന്താവുള്ളൂ നമ്മുടെ ഫൈനൽ ആൻസർ ഇവിടെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ദ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2 എന്ന് പറയുമ്പോൾ ഏതൊക്കെ നമുക്ക് കിട്ടുക ബിറ്റ്വീൻ 1 to 100 ആണ് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. 1 to 100 ആണ്. അപ്പം 2, 4, 6, 8 പോയിട്ട് നമുക്ക് എന്ത് വരാം ഫ്രം 1 to 100 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 to 100 ഒക്കെ നമുക്ക് എടുക്കാം കേട്ടോ. 100നെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടേം 100. അപ്പോൾ ഇതൊരു എ പി ആണ് നമുക്ക് കിട്ടി. ഇതിൻ്റെ ഫസ്റ്റ് ടേം 2 ആണ്. കോമൺ ഡിഫറൻസും 2 ആണ്. പിന്നെ നമ്മുടെ nth ടേം അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടി എന്ന് പറയുന്നത് 100 ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഇനി എന്നിനെ കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ് നമ്മുടെ 100. അത് നമ്മുടെ nth ടേം. അതിൽ എ എന്ന് പറയുന്നത് 2 ആണ്. 2 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 100. n മൈനസ് 1 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 100 മൈനസ് 2 അല്ലേ വിച്ച് ഈസ് ഈക്വൽ ടു 98. n മൈനസ് 1 ഇസ് ഈക്വൽ ടു 98 ഡിവൈഡഡ് ബൈ 2 എത്ര വരും 49. n ഇസ് ഈക്വൽ ടു 49 പ്ലസ് 1 അതായത്
50. അപ്പോൾ n ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 50 ആണെന്ന് കിട്ടി. അതായത് അവിടെ 50 ടേംസ് ഈ ഒരു AP ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം? ഈ സം ഓഫ് 50 നമ്പേഴ്സിൻ്റെ സമ്മ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതായത് S50 ഈസ് ഈക്വൽ ടു എന്താ നമ്മുടെ ഫോർമുല? n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d വിച്ച് ഈസ് ഈക്വൽ ടു n എത്രയാണ്? 50. 50/2 ഇൻറ്റു 2 ഇൻറ്റു 2 അല്ലേ? എന്ന് പറയുന്നത് 2 ആണ്. പ്ലസ് 50 - 1 49 ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് കിട്ടി? ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 25 അല്ലേ? 2 ഇൻറ്റു 2 4 പ്ലസ് 49 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 98 വിച്ച് ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു 4 പ്ലസ് 98 എന്ന് പറയുമ്പോൾ 102. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് കിട്ടി? 2550 ആണ് ഈ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന AP-യുടെ. ഇനി നമ്മൾ അടുത്തത് എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 5. രണ്ടും നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. പിന്നെ രണ്ടിൻ്റെയും 2 and 5 10ൻ്റെയും നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. അത് ഏതൊക്കെ ടേമുകൾ വരിക നമുക്കറിയാം അല്ലേ? 5, 10, 15 എക്സെട്ര 100 വരെ പോവും. ഇതിൽ എത്ര ടേംസ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ലാസ്റ്റ് ടേം 100 ആണ് അല്ലേ? അപ്പോൾ a പ്ലസ് n-1 ഇൻറ്റു d ഈസ് ഈക്വൽ ടു 100. nth ടേം 100 ആയിട്ട് എടുത്തു. a എന്ന് പറയുന്നത് ഇതിൽ എന്താണ്? 5 ആണ്. കോമൺ ഡിഫറൻസും 5 തന്നെയാണ്. അപ്പോൾ 5 പ്ലസ് n-1 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 100. അതായത് n-1 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 100 - 5 അതായത് 95. n-1 ഈസ് ഈക്വൽ ടു 95 ഡിവൈഡഡ് ബൈ 5 അതായത് 19. അപ്പോൾ n ഈസ് ഈക്വൽ ടു 19 + 1 അതായത് 20. അപ്പോൾ ഇവിടെ 20 ടേംസ് ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ സമ്മ് S20 ഈസ് ഈക്വൽ ടു എന്താ നമ്മുടെ ഫോർമുല? n/2 ഇൻറ്റു അതായത് 20/2 ഇൻറ്റു 2a. അപ്പോൾ 2 ഇൻറ്റു 5 പ്ലസ് n-1 എത്ര വരിക? 19 ഇൻറ്റു d എന്ന് പറയുന്നത് 5 തന്നെ വിച്ച് ഈസ് ഈക്വൽ ടു ഇത് എത്രയാണ്? 10. ഇവിടെ 2 ഇൻറ്റു 5 10. 19 ഇൻറ്റു 5 95 വിച്ച് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 105 അല്ലേ? 10 + 95 105. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 105ൻ്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുക്കുക അല്ലേ? 1050 എന്ന് കിട്ടി. അപ്പോൾ ഈ രണ്ട് AP നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് ഡിവിസിബിൾ ബൈ 2 or 5 ആയതുകൊണ്ട് നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് ഇപ്പോൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ നമ്പേഴ്സ് ഫ്രം 2 and 5ൻ്റെ LCM എടുക്കുക. അപ്പോൾ എന്താ പറയുക? 10. അപ്പോൾ ദ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 10 അത് നമുക്ക് ഈസി ആണല്ലോ. എന്താ വരിക? 10, 20, 30 1ൻ്റെയും 100ൻ്റെ ഇടയിലുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് ടേം 10 ആണ്. പിന്നെ നമ്മുടെ കോമൺ ഡിഫറൻസും 10 ആണ്. ഇത് പിന്നെ നമുക്ക് ഇനി n വേണമെങ്കിൽ ആ ഫോർമുല വെച്ചിട്ട് a പ്ലസ് nth ടേം 100 എന്ന് പറഞ്ഞ് ചെയ്യാം. അല്ലാതെ തന്നെ നമുക്കറിയാലോ ഇതിൽ 10 ടേംസ് ഉണ്ടാവുക എന്നുള്ളത്. n ഈസ് ഈക്വൽ ടു 10 ആണ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് സമ്മ് കണ്ടുപിടിക്കാം. S10 ഈസ് ഈക്വൽ ടു n/2. അപ്പോൾ 10/2 ഇൻറ്റു 2 ഇൻറ്റു a എന്ന് പറയുന്നത് 10 പ്ലസ് n-1 എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു d എന്ന് പറയുന്നതും 10 വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 2 ഇൻറ്റു 10 20 പ്ലസ് 90. അതായത് 5 ഇൻറ്റു 20 പ്ലസ് 90 എത്ര വരും? 110 എന്ന് വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? 550 എന്ന് വരും. ഇതാണ് ദ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 10ൻ്റെ. ഇനി നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ദ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2 or 5 ആണ് അല്ലേ? ദ റിക്വയർഡ് സം അല്ലേ? Sum of integers from 1 to 100 which is divisible by എന്താണ്? 2 or 5 which is equal to നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഡിവിസിബിൾ ബൈ 2 ഉണ്ടല്ലോ. ഞാനിപ്പോൾ ഷോർട്ട് ആക്കിയിട്ടാണ് കേട്ടോ ഇവിടെ എഴുതുന്നത്. ഡിവിസിബിൾ ബൈ 2 പ്ലസ് ഡിവിസിബിൾ ബൈ 5 മൈനസ് എന്താണ്? ഡിവിസിബിൾ ബൈ 10. അപ്പോൾ എന്ത് കിട്ടും? ഡിവിസിബിൾ ബൈ 2ൽ നമുക്ക് എന്താ കിട്ടിയേ? 2550 പ്ലസ് മറ്റത് എന്ത് കിട്ടി നമുക്ക്? 1050 കിട്ടിയില്ലേ 5 കൊണ്ട് ചെയ്യണത്. മൈനസ് ഇപ്പോൾ 10 കൊണ്ട് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 550 എന്ന് കിട്ടി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ 550 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3050 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇവർ പറഞ്ഞ കണ്ടീഷൻ, അതായത് ഡിവിസിബിൾ ബൈ 2 ഓർ ഡിവിസിബിൾ ബൈ 5 എന്നുള്ള കണ്ടീഷനിൽ വരുന്നത്.
അതായത് നമ്മൾ അത് രണ്ടിലെ ആ മറ്റേ സംഭവം ആ 10 വരുന്നത് നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കി കളയുക ചെയ്തത്. 2 or 5 അല്ലാത്ത 10 വരുന്ന കേസ് നമ്മൾ അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനത്തെ 550 കേസസ് നമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ സംഭവം നമ്മൾ ആ മാറ്റി കളഞ്ഞു അതിൽ നിന്ന്. ബാക്കി 3050 ആണുള്ളത്. നമ്മുടെ നമ്പർ ഓഫ് നമ്മൾ സെറ്റിൽ പഠിച്ചില്ലേ, എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ആ ഒരു രീതിയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേഗം തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. ഫൈൻഡ് ദ സം ഓഫ് ഓൾ 2-digit നമ്പേഴ്സ്. സം ഓഫ് ഓൾ 2-digit നമ്പേഴ്സ് വിച്ച് വൺ ഡിവൈഡഡ് ബൈ 4. അതായത് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഡിവൈഡഡ് ബൈ 4 വിച്ച് yield 1 ആസ് ദ റിമൈൻഡർ. അതായത് നമുക്ക് മറ്റേതൊക്കെ കംപ്ലീറ്റ്ലി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ എന്ത് വേണം? 1 വരണം. റിമൈൻഡർ ആയിട്ട് 1 വരണം. ആ രീതിയിലുള്ള നമ്പേഴ്സ് 2-digit നമ്പേഴ്സിൻ്റെ സമ്മ് നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കണം. 2-digit നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ 10 മുതൽ ഏത് വരെ പോവും? 99 വരെയാണ് നമ്മുടെ 2-digit നമ്പേഴ്സ് വരുന്നത് അല്ലേ. അതിൽ തന്നെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പറുകൾ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരണം. അതായത് 1 എക്സ്ട്രാ ആണ് അവിടെ റിമൈൻഡർ അല്ലേ. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിളിൽ 1 എക്സ്ട്രാ. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾ തുടങ്ങുന്നത് ഏതാ? 4, 8, 12, 16. അപ്പോൾ 12 ആണ് 2-digit നമ്പർ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ റിമൈൻഡർ 1 വേണമെന്ന് പറയുമ്പോൾ അതിനേക്കാൾ 1 കൂടുതൽ. അപ്പോൾ ഏതാ വരിക? 13 അല്ലേ. 2-digit നമ്പറിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 1 റിമൈൻഡർ വരുന്ന ഫസ്റ്റ് 2-digit നമ്പർ 13 ആണ്. അതായത് 4ൻ്റെ മൾട്ടിപ്പിളിൽ 1 എക്സ്ട്രാ. റിമൈൻഡർ 1 എന്ന് പറയുമ്പോൾ 1 എക്സ്ട്രാ 13. അടുത്ത മൾട്ടിപ്പിൾ 16 ആയിരുന്നു. അപ്പോൾ അതിനേക്കാൾ 1 കൂടുതൽ 17. അടുത്ത 20 ആയിരുന്നു. അപ്പോൾ 21. പോയി ലാസ്റ്റ് നമുക്ക് എന്ത് വരും? 100 എടുക്കാൻ പറ്റില്ല. 100 3-digit ആണ് അല്ലേ. 99 ആണ് ലാസ്റ്റ് നമ്മുടെ 2-digit വരുന്നത് തന്നെ. അതിൽ 96 ആണ് നമ്മുടെ ലാസ്റ്റത്തെ എന്ത്? 4-digit. അപ്പോൾ അതിനേക്കാൾ 1 കൂടുതൽ അല്ലേ. അപ്പോൾ ഇത് പോയിട്ട് 97 വരെയാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ AP നമുക്കിവിടെ ഫോം ആയി കേട്ടോ. പറഞ്ഞത് മനസ്സിലായില്ല എങ്ങനെ നമ്മൾ AP എടുത്തതെന്നുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിലെ ഫസ്റ്റ് ടേം 13 ആണ്. കോമൺ ഡിഫറൻസ് എന്ത് തന്നെ വരിക? 4 തന്നെയാണ് വരിക. ലാസ്റ്റ് ടേം അല്ലെങ്കിൽ TN അല്ലെങ്കിൽ A എന്ന് പറയുന്നത് 97 ആണ്. നമുക്കിതിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം N കാണുക. ആ പ്രൊസീജിയറിലേക്ക് പോവാം അല്ലേ. A പ്ലസ് n-1 into d is equal to 97. A എന്ന് പറയുന്നത് 13. 13 പ്ലസ് n-1 into 4. ഡിയുടെ സ്ഥാനത്ത് 4 കൊടുത്തു. 97. അപ്പോൾ നമുക്ക് n-1 into 4 is equal to 97 minus 13. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 84 എന്ന് കിട്ടിയില്ലേ. 84 എന്ന് കിട്ടി. അപ്പം n-1 is equal to 84 divided by 4. അതായത് 21 എന്ന് കിട്ടി. അപ്പോൾ n is equal to 21 plus 1 അതായത് 22. അപ്പോൾ നമുക്കിവിടെ 22 ടേംസ് അവിടെയുണ്ട്. അപ്പോൾ നമുക്ക് S22 കാണണം. നമ്മുടെ ഫോർമുല അറിയാലോ. ഓരോ പ്രോബ്ലത്തിൽ നിങ്ങൾ ഫോർമുലയും കൂടെ എഴുതിക്കോളൂ. എങ്ങാനും നിങ്ങൾ ചെയ്യുന്ന സ്റ്റെപ്പിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഫോർമുലയ്ക്ക് അവിടെ മാർക്ക് ഉണ്ട്. അതുകൊണ്ട് ഫോർമുല എഴുതാൻ മറക്കരുത്. n/2 ഇൻറ്റു എന്നുള്ള ഫോർമുല എഴുതാൻ ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല. n എന്ന് പറയുന്നത് 22/2 ഇൻറ്റു 2a. അപ്പോൾ 2 ഇൻറ്റു 13 പ്ലസ് ഇതിനേക്കാൾ 1 കുറവല്ലേ n-1. അപ്പോൾ 21 ഇൻറ്റു d എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഇത് 11 അല്ലേ. 2 ഇൻറ്റു 13 എന്ന് പറയുമ്പം 26 പ്ലസ് 21 ഇൻറ്റു 4 എന്ന് പറയുമ്പം 84. വിച്ച് ഈസ് ഈക്വൽ ടു 11 ഇൻറ്റു 26 പ്ലസ് 84 എന്ന് പറയുമ്പം 110. അപ്പോൾ 11 ഇൻറ്റു 110 എന്ന് പറയുമ്പം 1210 ആണ് ഇത്രയും ടേംസുകളുടെ സം എന്ന് പറയുന്നത്. അവർ പറഞ്ഞ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ആദ്യം AP ഫോം ചെയ്ത് കൊടുക്കണം. അതാണ് വേണ്ടത്. ഇനി ഒരു പ്രോബ്ലം കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ 7th ക്വസ്റ്റ്യൻ. വേണ്ട 7th ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ 6th ക്വസ്റ്റ്യൻ വരെ ഡിസ്കസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ട് പോവും. അപ്പം ഇന്ന് പഠിപ്പിച്ച ഈ 6th ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലായില്ലേ? ഒക്കെ നമ്മൾ ആ ഒരു ഫോർമാറ്റിൽ അത് മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഏത് പ്രോബ്ലം ചോദിച്ചാലും നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പഠിക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. താങ്ക്